ഇപ്പോൾ ബെയിലിൻദാസിനെ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഞാൻ ശ്രീ ബ്രീഡ് മോഹൻപിള്ള ബെയിലിൻദാസിനെ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെയാണ് അദ്ദേഹത്തിന് ജൂനിയർ അഭിഭാഷകയെ വല്ലാതെ അടിച്ച് ഒരുപാട് മർദ്ദിച്ച് ജൂനിയർ അഭിഭാഷക മർദ്ദിച്ച കേസിൽ അല്പസമയം മുൻപാണ് അഡ്വക്കേറ്റ് ബെയിലിൻദാസ് പിടിയിലായത്. തുമ്പ സ്റ്റേഷൻ കടവ് ഭാഗത്തു നിന്നാണ് ഇയാൾ പിടിയിലായത്. അതിൽ ഒരു ബന്ധു ഇയാളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്ത പണമാണ് ഇയാളെ പിടികൂടാൻ നിർണായകമായത്. ഒടുവിൽ കഴിയുകയായിരുന്നു അഡ്വക്കേറ്റ് ബെയിലിൻദാസ് ഇപ്പോൾ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അശ്വിൻ പാലാഴിയിരുന്നു. അശ്വിൻ, എന്തായാലും കുറേ അധികം നാൾ മുങ്ങി നടന്നെങ്കിലും അശ്വിൻ ഈ ബെയിലിൻ പിടിയിലായിരിക്കുന്നു. ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ഹാഷ്മി, അല്പസമയം മുമ്പാണ് ഇയാളെ പിടികൂടുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹത്തിന്റെ സ്വന്തം അനിയൻ, അതായത് ബെയിലിന്റെ സ്വന്തം സഹോദരൻ ബെയിലിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തൊരു പണം, അത് അക്കൗണ്ട് ത്രൂവാണ് അയച്ചു കൊടുത്തത്. അതിൽ നിന്ന് ലഭിച്ച സൂചനയാണ് ഇയാളെ പിടികൂടുന്നതിലേക്ക് പോലീസിനെ എത്തിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയം മുമ്പ് ബെയിലിനെ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഇയാളുടെ പ്രതികരണം തേടിയിരുന്നു. എല്ലാം കോടതിയിൽ പറയാം എന്നുള്ള ഒറ്റ വാക്കിൽ പ്രതികരണം അവസാനിപ്പിക്കുകയാണ് ബെയിലിന്. ഇപ്പോൾ സ്റ്റേഷനുള്ളിലേക്ക് ഇയാളെ കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തുടർ നടപടികളിലേക്ക് പോകും. അല്പസമയത്തിനുള്ളിൽ വൈദ്യപരിശോധനയ്ക്ക് ഇയാളെ പുറത്തേക്ക് ഇറക്കും. സ്വാഭാവികമായും ഈ വഞ്ചിയൂർ കോടതിയുടെ സമീപമാണ്, ഇയാൾ പ്രാക്ടീസ് ചെയ്യുന്ന കോടതിയാണ്. മറ്റേ അഭിഭാഷകരുടെയൊക്കെ ഒരു സാന്നിധ്യം ഈ സ്റ്റേഷന് മുന്നിൽ ഉണ്ടാകാം എന്നുള്ള ഒരു സൂചനയുടെ അടിസ്ഥാനത്തിൽ വലിയ പോലീസ് സുരക്ഷ ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒരുക്കിയിട്ടുണ്ട്. 2 ബസ് പോലീസാണ് ഇപ്പോൾ ഈ സ്റ്റേഷന് മുന്നിൽ തടിച്ച് കുടിയിരിക്കുന്നത്. എന്തായാലും ഒരു സംഘർഷാവസ്ഥയിലേക്കൊന്നും കാര്യങ്ങൾ പോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനം നടന്നത് നിർണായകമായ ഇടപെടൽ തന്നെയാണ്. തുമ്പ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ഇയാളെ ഒളിയിടത്തിൽ നിന്നാണ് അറസ്റ്റ് ചെയ്യുന്നത്. അത് ഈ അക്കൗണ്ടിലേക്ക് വന്ന പണം, ഒപ്പം ഇയാൾ ഉപയോഗിച്ചിരുന്ന ഒരു പേഴ്സണൽ നമ്പറുണ്ട്. ആ നമ്പറിലേക്ക് വന്നിരുന്ന ഫോൺ കോളുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ബെയിലിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. പോലീസ് സ്റ്റേഷനിലേക്കും അതീവ ശ്രദ്ധയോടുകൂടിയാണ് ഈ ബെയിലിനെ എത്തിച്ചത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതായത് പോലീസ് വാഹനം ഒഴിവാക്കി മറ്റൊരു സ്വകാര്യ വാഹനത്തിലാണ് ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത് എന്നുള്ളതും നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അധികം ഒന്നും പ്രതികരിക്കാനില്ല എന്നുള്ള ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഇയാൾ പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് രാവിലെയോടുകൂടി മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തിരുന്നു തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ. തർക്കം നടന്നുകൊണ്ടിരിക്കവെയാണ് ഒളിയിടത്തിൽ ചെന്ന് തന്നെ പോലീസ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇന്ന് രാത്രി തന്നെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കി തുടർ നടപടികളിലേക്ക് പോകാനാകും പോലീസ് ശ്രമിക്കുക. എന്തായാലും ഇതിനോടകം തന്നെ ഈ ശ്യാമലയുടെ ഈ ബെയിലിന്റെ മർദ്ദനമേറ്റ ശ്യാമലയുടെ പ്രതികരണമടക്കം അല്പസമയത്തിനുള്ളിൽ ലഭിക്കുകയും ചെയ്യും. ഇന്നലെ മുതൽ തന്നെ ഈ ബെയിലിനുമായി അടുത്തു നിൽക്കുന്ന ബെയിലിന്റെ അടുത്ത സുഹൃത്തുക്കളടക്കം ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അത് താനൊരു പ്രതിരോധത്തിന്റെ ഭാഗമായാണ് ഈ ശ്യാമലിയെ മർദ്ദിച്ചത് എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാദം. അവരുടെ ഈ ഓഫീസിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നു, തുടർന്ന് ശ്യാമലിയെ ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നു. പിന്നീടാണ് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അങ്ങനെ ആദ്യം തന്നെ മർദ്ദിക്കുന്നത് ശ്യാമലിയാണ് എന്നുള്ളതായിരുന്നു ഈ ബെയിലിനുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിപ്പിച്ചു തുടങ്ങിയത്. ആ കാര്യത്തിലൊന്നും ഒരു തുറന്നു പറച്ചിലിന് ഈ ചുരുങ്ങിയ വേളയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറച്ചിലിന് ബെയിൻ തയ്യാറായിട്ടുമില്ല. എന്താണ് സംഭവിച്ചത് എന്നുള്ളതെല്ലാം കൃത്യമായി കോടതിക്ക് മുന്നിൽ പറയാമെന്നുള്ള ഒരു ഒറ്റ വാക്കിൽ അവസാനിപ്പിച്ചാണ് ബെയിലിന് പോയിരിക്കുന്നത്. എന്തായാലും മറ്റേ ഭാവവ്യത്യാസമൊന്നുമില്ല. ഇപ്പോഴും പൂർണ്ണ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന മുഖത്തോടു കൂടി തന്നെയാണ് ഇയാൾ അകത്തേക്ക് കയറിപ്പോയത് എന്നുള്ളതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും ഈ 72 മണിക്കൂർ ഒളിവിൽ കഴിഞ്ഞു എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ നഗരഹൃദയത്തിൽ ഇങ്ങനെ ഒരു മർദ്ദനമുണ്ടായിട്ട്, ഒരു പെൺകുട്ടിക്ക് നേരെ, യുവ അഭിഭാഷകയ്ക്ക് നേരെ ഒരു മർദ്ദനമുണ്ടായിട്ടും പോലീസിന് ഈ പ്രതിയിലേക്ക് എത്താനായില്ല എന്നുള്ളത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം നിയമമന്ത്രി പ്രതിയെ കഴിയാതിരുന്നതാണോ അതോ എത്തേണ്ട തീരുമാനിച്ചതാണോ എന്ന ചില സംശയങ്ങൾ ചില ആളുകൾ പ്രകടിപ്പിച്ചിരുന്നു. കാര്യം അത്രത്തോളം വലിയ ഹോളിലുള്ളതാണ് ഈ ബെയിലിൻദാസ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ബെയിലിൻദാസിനെ പിടികൂടിയിരിക്കുന്നു, സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നു. എന്തോ പ്രതിരോധത്തിന്റെ ഭാഗമായി അടിച്ചു എന്നാണ് പറയുന്നത്. അത് അമ്മാതിരി ചോര കനച്ച പാടുകളൊക്കെ ആ കുട്ടിയുടെ മുഖത്തുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രതിരോധത്തിന്റെ ഭാഗമൊന്നുമല്ല, മര്യാദ അടിയായിരുന്നു എന്നാലും വ്യക്തമാണ്. എന്തായാലും അയാൾ നിയമത്തോട് മറുപടി പറയട്ടെ.